ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കാലിയാവുന്ന ഇത് മനസ്സിലാവില്ല കേട്ടോ. പ്ലേറ്റ് അത്ര പെട്ടെന്ന് കാലിയാവും, അത്രയും അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തോലോട് കൂടിയിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക ഗ്രേറ്റർ ഉണ്ടാവില്ലേ, നമ്മൾ വറവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തോല് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ, നന്നായിട്ട് വെന്തതല്ലേ. അപ്പോൾ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ട് നല്ല പോലെ പൊടികളും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്സ് ഇല്ലേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതായത് ചായ തിളക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ഐറ്റാണിത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സമൂസ ഷീറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 12-13 വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ സമൂസ ഷീറ്റ് നമുക്കൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലിൽ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ, അത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് അത് മൊത്തമായിട്ട് ആ ഷീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇറച്ചിപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു കട്ടറില്ലേ, അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടർ വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടും. ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റൂലേ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ലെങ്കിൽ ഇതുപോലെ ഷീറ്റിൻ്റെ മേലിൽ നിറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടാവും. എന്നിട്ട് കാണിച്ച പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉണ്ടാക്കി വെച്ചാലല്ലേ പ്ലേറ്റ് കാലിയാവുന്ന ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പണി കിട്ടും, പിന്നെയും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. എല്ലാ റോളും ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 20 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കുമ്പോൾ ഓരോ ബൈറ്റും നല്ലൊരു പൊട്ടറ്റോൻ്റെ ഫ്ലേവറും ഒക്കെ വരുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അതെങ്കിലെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, ഈ ഒരു ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഈ ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആൻഡ് എന്താ പറയുക പൊട്ടറ്റോ ഫില്ലിംഗ് ഒക്കെയുള്ള നല്ലൊരു അടിപൊളിയൊരു ചായ പലഹാരം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പണിയൊന്നുമില്ല, ഇതങ്ങ് കഴിക്കാം. ചൂടോടെ കൂടിയിട്ടും കഴിക്കാം, ചൂടില്ലാണ്ടും കഴിക്കട്ടോ. ഞാനിപ്പോൾ പൊതുവേ ഇതൊക്കെ കഴിക്കുന്നത് ഈ ഒരു കെച്ചപ്പിൻ്റെ കൂടെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഐറ്റം കഴിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറയണ്ടല്ലോ, ഇതന്നെ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്. താങ്ക് യു.